ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള പോർമുഖം തുറന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു പ്രമുഖ ന്യൂസ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു മോദിയുടെ ഈ കടന്നാക്രമണം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനെ രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. കോൺഗ്രസിന്റെ യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. എന്നാൽ ഇത്തവണ വയനാട്ടിലെ വോട്ടെടുപ്പ് തീരാനാണ് അദ്ദേഹം കാത്തു നിൽക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിക്കുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു സീറ്റിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഏപ്രിൽ 26-ന് ശേഷമായിരിക്കും വരിക. കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ലോക്സഭ വിട്ട് രാജ്യസഭയിൽ എത്തുമെന്നും താൻ മുൻപ് പ്രവചിച്ചതാണെന്നും സോണിയാഗാന്ധിയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയം സമ്മതിച്ചു കഴിഞ്ഞതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുലിനെതിരെ ചില വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായാണ് പിണറായി വിജയൻ എത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് എന്നും കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്നുമാണ് രാഹുൽ ചോദിച്ചത്. രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഒരു പേരുണ്ട്, അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അത് നല്ലതല്ല. നിങ്ങളുടെ മുത്തശ്ശി ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെ പിടിച്ചു ജയിലിലിട്ടത്. 1.5 വർഷക്കാലം ജയിലെന്ന് കേട്ടാൽ നിങ്ങളുടെ അശോക് ചൗഹാനെ പോലെ അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്ന് പറയുന്നവരല്ല. ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും കാട്ടി ഞങ്ങളെ വിരട്ടാൻ നോക്കരുതെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇത് 2ാം തവണയാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുലിനെ വയനാട്ടുകാർ പാർലമെന്റിലേക്ക് അയച്ചത്. എന്നാൽ അന്ന് തന്നെ രാഹുൽ സുരക്ഷിത സ്ഥാനം തേടി നാടുവിടുകയാണെന്ന പ്രചരണം BJP വ്യാപകമായി അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ അത് ഏഷ്യയില്ലെന്നു മാത്രമല്ല, രാഹുലിന്റെ ഭൂരിപക്ഷത്തെ തെല്ലും ബാധിച്ചിരുന്നുമില്ല. ഇത്തവണ പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇടതുപക്ഷം കേരളത്തിൽ രാഹുലിന്റെ വരവിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹിന്ദി ഹൃദയ ഭൂമി വിട്ട് രാഹുൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിക്കുന്നതിനെ CPM ഉൾപ്പെടെ നഖശിഖാന്തം എതിർക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം LDF സ്ഥാനാർത്ഥിയായി ദേശീയ നേതാവ് കൂടിയായ ആനി രാജയെ തന്നെ രംഗത്തിറക്കാനായിരുന്നു അവരുടെ തീരുമാനം. ഇതോടെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ 2 പാർട്ടികളിലെ ദേശീയ നേതാക്കൾ തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടമെന്ന നിലയിലേക്ക് വയനാടിന്റെ പേര് മാറുകയും ചെയ്തു. ഇപ്പോഴിതാ ഇടതുപക്ഷത്തിന്റെ പ്രചരണം BJP കൂടി ഏറ്റെടുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ആരോപണം ഉന്നയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നു. രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഭയന്നോടിയാണ് വയനാട്ടിൽ അഭയം പ്രാപിച്ചതെന്ന പ്രചരണം കൂടുതൽ ദോഷം ചെയ്യും. ഇനി അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരാനുള്ളത്. ഏതായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഭൂരിപക്ഷ വിജയം നേടുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഒരൊറ്റ ഭയത്തിലാണ് BJP പല വിമർശനങ്ങളുമായി രാഹുലിനെ പിച്ച് ചീന്താൻ എത്തുന്നത്.